വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. ജില്ലയിലെ ബാങ്കുകളിൽ ഡിസംബർ പാദത്തിൽ 52,403 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന യോഗം പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. പ്രവാസി നിക്ഷേപം കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് കൂട്ടായി സംരംഭം തുടങ്ങാനുള്ള പദ്ധതികൾക്ക് ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്നും MLA പറഞ്ഞു. ബാങ്കുകളിലെ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റു ജില്ലകളുടെ മുമ്പിലാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രവാസി നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പ്രവാസി നിക്ഷേപം ഇടക്കാലത്ത് അവിടെ പ്രവാസ ലോകത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രാദേശിക സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി കുറഞ്ഞൊരു കുറവുണ്ടായെങ്കിൽ പോലും ഇപ്പോഴും വലിയൊരു വ്യത്യാസമില്ലാതെ അത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഇനി പ്രവാസികളുടെ ഡെപ്പോസിറ്റിലൊക്കെ കുറവ് വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പോൾ പ്രവാസികളുടെ നിക്ഷേപം ധാരാളമുള്ള നമ്മുടെ ജില്ലയിൽ പ്രവാസികൾക്ക് സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രമുള്ള അഡ്വാൻസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ എന്ന കാര്യം ഒരു പരിശോധന നടത്തണം. പ്രവാസികൾക്ക് ഒരു പക്ഷേ ഇൻഡിവിജ്വലായിട്ട് വായ്പ കൊടുക്കുന്നതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ള പ്രവാസികൾ അവർക്ക് കൂട്ടായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാങ്കുകൾക്ക് അവരെ സഹായിക്കാൻ കഴിയും. കഴിഞ്ഞ പാദത്തിൽ ജില്ലയിലെ നിക്ഷേപം 46,607 കോടിയായിരുന്നു. ജില്ലയിലെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് നിരക്ക് 67.11%. CD റേഷ്യോ 60% കുറവുള്ള ബാങ്കുകൾ റേഷ്യോ 60% മുകളിൽ എത്തിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം ഈ പാദത്തിലെ മലപ്പുറം ജില്ലയുടെ മുൻഗണനാ മേഖലയുടെ നേട്ടം 87%. 13,300 കോടി രൂപ എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി 11,512 കോടി രൂപയുടെ വായ്പകൾ നൽകി. കർഷകർക്ക് അവരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് മതിയായതും സമയബന്ധിതവുമായ വായ്പ നൽകാൻ സഹായിക്കുന്ന പദ്ധതിയായ കിസാൻ ക്രെഡിറ്റ് കാർഡ് പരമാവധി ഉപഭോക്താക്കളിൽ എത്തിക്കാൻ ശ്രമിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. മലപ്പുറം LDM MV അഞ്ജനാദേവ്, തിരുവനന്തപുരം RBIയിലെ VS അഖിൽ, കനറ ബാങ്ക് റീജിയണൽ ഹെഡ് പുലീസായി കൃഷ്ണ, മലപ്പുറം നബാർഡ് DDM മുഹമ്മദ് റിയാസ്, SBI കനറ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, മറ്റു ബാങ്കുകളുടെ പ്രതിനിധികൾ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.